ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിന്നു ആൻഡ് അപ്പു വ്ളോഗ്സ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ മാംഗോ ഐസ്ക്രീമാണ്. അതിൻ്റെ കൂടെ തന്നെ ബാക്കി വരുന്ന മാങ്ങ വെച്ച് ഞങ്ങൾ വേറൊരു ഫുഡ് ഐറ്റവും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ഈ പാലിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ 500 ml പാല് 10-15 മിനിറ്റ് ഇതുപോലെ ഇളക്കി കുറുക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ പാൽ മിശ്രിതം ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാൽ മിശ്രിതം നല്ല തിക്കാവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കുറുക്കിയെടുക്കാം. ഇനി ഒരു മിക്സർ എടുത്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പാൽ മിശ്രിതവും ഒഴിച്ചതിന് ശേഷം കുറച്ച് മിൽക്ക് ഫോം അല്ലെങ്കിൽ പാൽപ്പാട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു മിക്സറിൽ നന്നായി ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഒരു നല്ല ട്രേ എടുത്ത് നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വെക്കാം. രണ്ട് മണിക്കൂർ റെഫ്രിജറേറ്ററിൽ വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് പുറത്തെടുക്കാം. എന്നിട്ടൊരു മിക്സറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മൾ മിക്സറിൽ അടിച്ചെടുത്ത മിശ്രിതം ഇപ്പോൾ വേറൊരു ട്രേയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ട്രേ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്ത് മൂടി വെക്കാം. ഇനി നമുക്ക് ഈ ട്രേ ഒരു 8 hours അല്ലെങ്കിൽ 8 മണിക്കൂർ ഫ്രിഡ്ജിൽ നല്ല ഫ്രീസായി കിട്ടുവാൻ വേണ്ടി വെക്കാം. 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തെടുക്കാം. ഈ ഐസ്ക്രീമിൻ്റെ ഹൈലൈറ്റ് മറ്റൊന്നുമല്ല, നോ ഫുഡ് കളറാണ്. നമ്മളൊരു ഫുഡ് കളറും ഉപയോഗിക്കാതെയാണ് ഈ ഒരു നല്ല മാംഗോ ഐസ്ക്രീം തയ്യാറാക്കിയിരിക്കുന്നത്. കറക്റ്റ് കളറൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ?